കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് നിന്ന് 2 പേർക്ക് മാത്രമാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിൽ ഇടം ലഭിച്ചത്. അതിലൊരാൾ മുൻ കേരള മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്കും രണ്ടാമത്തെയാൾ കെ. സുരേന്ദ്രനുമാണ്. ഇതിൽ അനിൽ ആന്റണി നേരത്തെ തന്നെ ബി.ജെ.പിയുടെ ദേശീയ സെക്രട്ടറിയായി തുടരവെയാണ് അദ്ദേഹത്തിന് വീണ്ടും ആ സ്ഥാനത്തേക്ക് തുടരാനുള്ള ഒരു അവസരം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കുള്ളിലെ പല നേതാക്കൾക്കും കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ബി.ജെ.പിക്കുള്ളിൽ ഫണ്ട് വിവാദം ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ അതൃപ്തരായ ചില ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നതിനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതെന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ബി.ജെ.പിയുടെ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു സന്ദീപ് വാര്യർ ബി.ജെ.പി കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്തിയത്. പിന്നീട് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും MLA ആയി വിജയിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ചില ഉന്നത ബി.ജെ.പി നേതാക്കൾ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നതെന്നൊരു വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായിരുന്ന മലയാളി കൂടിയായിരുന്ന മുമ്പ് കോൺഗ്രസും പിന്നീട് CPM ഒക്കെ ആയിരുന്ന A.P. അബ്ദുള്ള കുട്ടിയെ ബി.ജെ.പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും വെട്ടിയിരുന്നു. അത്തരത്തിൽ പല നേതാക്കൾക്കും, അതായത് സംസ്ഥാനത്തെ പല പ്രമുഖ ബി.ജെ.പി നേതാക്കൾക്കും ബി.ജെ.പി ദേശീയ നേതൃത്വത്തിൽ അവസരം ലഭിച്ചിട്ടില്ല. അതേസമയം മുൻ കോൺഗ്രസ് നേതാവ്, അതായത് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകന് ബി.ജെ.പിയുമായി വലിയൊരു പാരമ്പര്യമൊന്നുമില്ലാത്ത അനിൽ ആന്റണിക്ക് ബി.ജെ.പി ദേശീയ നേതൃത്വത്തിൽ വീണ്ടും സെക്രട്ടറിയായി തുടരുവാനുള്ള അവസരം ലഭിക്കുന്നു. ഇതെല്ലാമാണ് ചില ബി.ജെ.പി ഉന്നത നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചില നേതാക്കൾ പാർട്ടി വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നടൻ കൂടിയായ ദേവൻ സംഘടന വിട്ടിരുന്നു. ഇതിന് പിന്നാലെ മറ്റു ചില നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നീക്കങ്ങളും നടത്തുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. നേരത്തെ ബി.ജെ.പി വിട്ട് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തുന്നതിന് വേണ്ടി KPCC സെക്രട്ടറിയായ ഹരിഗോവിന്ദനായിരുന്നു ചില നീക്കങ്ങൾ നടത്തിയിരുന്നത്. ആ നിലയിൽ ചില കോൺഗ്രസ് നേതാക്കൾ ഇതിനിടയിൽ പാലമായി നിന്ന് ചില ചർച്ചകൾ നടത്തുന്നു എന്നൊരു വിവരമാണ് ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.